വിവാദ പ്രൊപ്പഗാൻഡ സിനിമ കേരള സ്റ്റോറി 2 പ്രദർശനം തടഞ്ഞതിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. കോടതിയുടെ നിർണായക തീരുമാനം ഉടനെ അറിയാം. കോടതിയിലെ വാദങ്ങളുടെ വിശദാംശങ്ങളുമായി ഷബ്ന ഇപ്പോൾ ചേരുന്നുണ്ട്. ഷബ്ന, എങ്ങനെയാണ് വാദങ്ങൾ പുരോഗമിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക സിറ്റിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു അസാധാരണമായ സംഭവം, അതായത് ഒരു സിംഗിൾ ബെഞ്ച് ഒരു കേസിൽ വിധി പറയുന്നു, അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു അപ്പീൽ കോടതിക്ക് മുമ്പാകെ എത്തുന്നു. പിന്നീട് ഇപ്പോൾ തന്നെ, അതായത് ഈ രാത്രിയിൽ തന്നെ പ്രത്യേക സിറ്റിംഗ് നടത്തി ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകരാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഹാജരായി ഓൺലൈനായി വാദം നടത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഹൈക്കോടതിയുടെ ഒരു സമയം എന്ന് പറയുന്നത് 5 മണി വരെയാണ് സാധാരണ സിറ്റിംഗ്. ഇപ്പോൾ 8 മണിക്ക് ശേഷവും അല്ലെങ്കിൽ 9 മണിക്ക് ഒക്കെയും രാത്രിയിൽ സിറ്റിംഗ് കൂടിയാണ് ഇതിൽ വാദം നടന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാതാക്കൾ ഇതിൽ പറയുന്നത് ഈ സിനിമയിൽ യാതൊരുവിധ മതവിദ്വേഷം പകർത്തുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ല എന്ന വാദം ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിന് ദോഷമായിട്ടുള്ള ഒന്നുമില്ല, ചില മതവിഭാഗത്തെ പ്രത്യേകമായി എടുത്തു പറയുന്നതല്ല, ചില വിഭാഗങ്ങളിലെ ഉള്ള ചില സാമൂഹ്യ വിപത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന് നിർമ്മാതാക്കൾ വാദം ഉന്നയിക്കുന്നു. കോടതി ഇതിനിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഹർജി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചത്? ഇത് പൊതുതാൽപര്യ ഹർജിയല്ലേ? പൊതുതാൽപര്യ ഹർജിയാണെങ്കിൽ ഡിവിഷൻ ബെഞ്ചല്ലേ പരിഗണിക്കേണ്ടത്? എന്തുകൊണ്ട് സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ വന്നു? ഈ ഹർജിക്കാർക്ക് എന്താണ് ഇതിൽ ഹർജി നൽകാനുള്ള അവകാശം? തുടങ്ങിയ കാര്യങ്ങൾ ഏതായാലും ഡിവിഷൻ ബെഞ്ചും ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിധി വന്നേക്കാം. ഒരു പക്ഷേ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിധി നമുക്ക് അറിയാൻ കഴിയും.